നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS യൂണിറ്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേറ്റ് ജിഹാദിന് പിന്നാലെ മുംബൈയിൽ ഒരു സ്കൂൾ ജിഹാദ് നടക്കുന്നുണ്ടെന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് മുതിർന്ന BJP നേതാവ് കിരിത് സോമയ്യ. ഇദ്ദേഹം പാർട്ടിയുടെ മഹാരാഷ്ട്ര യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റാണ്. മുംബൈയിലെ മുളുണ്ടിയിലുള്ള തന്റെ വസതിയിൽ ഞായറാഴ്ച നടന്ന പത്രസമ്മേളനത്തിലാണ് സോമയ്യ ഈ ആരോപണം ഉയർത്തിയത്. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ BMC നഗരത്തിൽ പ്രവർത്തിക്കുന്ന 164 അനധികൃത സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 164 അനധികൃത സ്ഥാപനങ്ങളിൽ 150 എണ്ണവും മുസ്ലിം ഭൂമാഫിയകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗോവണ്ടിയിൽ 65ഉം മലാദിൽ 25ഉം കുർളയിൽ 12ഉം സ്കൂളുകളുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അനുമതിയോ അംഗീകാരമോ ഇല്ലാതെയാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ഭൂമാഫിയ സ്കൂളുകൾ നിർമ്മിക്കുക മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ അവയെ പള്ളികളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർ ജിഹാദ് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായി ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് സോമയ്യ ആരോപിച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി പൗര സംവിധാനത്തിനുള്ളിൽ നടന്ന അഴിമതി ഭൂമാഫിയകൾക്ക് ആദ്യം ഭൂമി ഏറ്റെടുക്കാനും ക്രമേണ അവ വികസിപ്പിക്കാനും സഹായിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 20 വർഷമായി BMCയിൽ അഴിമതി നടക്കുന്നുണ്ട്. ആദ്യം ഭൂമാഫിയ ഭൂമി ഏറ്റെടുത്ത് പതുക്കെ അത് വികസിപ്പിക്കാൻ തുടങ്ങി. ഭൂമി ജിഹാദിന് ശേഷം ഇപ്പോൾ മുംബൈയിൽ നടക്കുന്നത് സ്കൂൾ ജിഹാദാണ്, അദ്ദേഹം പറഞ്ഞു. നിയമവിരുദ്ധ കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമെന്നും സോമയ്യ അവകാശപ്പെട്ടു. മുംബൈയിൽ നിയമവിരുദ്ധ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പാർപ്പിക്കാനാണ് സ്കൂളുകൾ ഉപയോഗിക്കുന്നതെന്നും അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. അധികാരികളുടെ അംഗീകാരമില്ലാത്ത സ്വകാര്യ സ്കൂളുകളാണിവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പുമായും BMC ഉദ്യോഗസ്ഥരുമായും നിരവധി കൂടിക്കാഴ്ചകൾ നടത്തിയതായും തന്റെ പരാതിയെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധനകൾ നടത്തിയതായും BJP നേതാവ് വ്യക്തമാക്കി. ഈ സ്കൂളുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. അടുത്ത ആഴ്ച ആദ്യം തന്നെ നടപടി ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ എക്സിലെ പോസ്റ്റുകളിൽ മുംബൈയിലെ സ്കൂൾ ജിഹാദ് എന്ന് താൻ വിശേഷിപ്പിച്ചത് തുറന്നുകാട്ടുമെന്ന് സോമയ്യ പറഞ്ഞിരുന്നു. ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, വോട്ട് ജിഹാദ് എന്നിവയ്ക്ക് ശേഷം സ്കൂളുകളുടെ പേരിലുള്ള ഒരു പുതിയ രൂപത്തിലുള്ള ജിഹാദ് നടപ്പിലാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നേരത്തെ നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ കോർപ്പറേറ്റ് ജിഹാദ് ഉയർന്നുവെന്ന് മഹാരാഷ്ട്ര മന്ത്രിയും BJP നേതാവുമായ നിതീഷ് റാണെ ആരോപിച്ചിരുന്നു. നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് BPO യൂണിറ്റിൽ നടന്ന മതപരിവർത്തനവും ലൈംഗിക പീഡനവും സംബന്ധിച്ച ആരോപണങ്ങളെ പരാമർശിച്ചാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ടാറ്റ കൺസൾട്ടൻസി സർവീസിലെ നിരവധി ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജീവനക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ അന്വേഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ ഒരു വസ്തുതാ അന്വേഷണ സമിതിയും രൂപീകരിച്ചു. ഡീലിമിറ്റേഷൻ പാനലിന് മുമ്പിൽ സുപ്രീം കോടതി ജഡ്ജി നേതൃത്വം നൽകിയേക്കുമെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.